ദി വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന സീരീസിൻ്റെ 70ാമത്തെ എപ്പിസോഡിലേക്ക് ജോബി സാർ സ്നേഹപൂർവ്വം സ്വാഗതം. നമസ്കാരം സാർ. കേരളയുടെ പെർസെൻറ്റേജ് സ്കോർ വന്നു. വിദ്യാർത്ഥികളെല്ലാം അടുത്തൊരു തീരുമാനം എടുക്കേണ്ട ഒരു സമയത്തേക്ക് വന്നേക്കുവാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും പേരൻസിനും ഏറ്റവും കൂടുതൽ കൺഫ്യൂഷനുള്ള ഒരേ ഒരു കാര്യം, സാർ കോളേജിന് പ്രയോറിറ്റി കൊടുക്കണോ അതോ ബ്രാഞ്ചിന് പ്രയോറിറ്റി കൊടുക്കണോ? എല്ലാവരും പ്ലേസ്മെൻ്റാണ് ആഗ്രഹിക്കുന്നത്. ഏറ്റവും മികച്ച കോളേജുകൾ വേണം, ഏറ്റവും മികച്ച കോഴ്സുകൾ വേണം. സാർ ശരിക്കും ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്, കോളേജ് വേഴ്സസ് ബ്രാഞ്ച്? നമ്മൾ രണ്ടിനും പ്രാധാന്യം, രണ്ടും പരിഗണിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നമ്മൾ കോളേജ് ഒരു ലെവലിൽ താന്നു കഴിഞ്ഞാൽ അവിടെ ഏത് ബ്രാഞ്ച് കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറയുമായിരുന്നു രണ്ടിനും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സെലക്ഷൻ വേണമെന്നും, അതിനിടയ്ക്ക് പറയുമായിരുന്നു നമുക്ക് ബ്രാഞ്ചിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുമായിരുന്നു. കാരണം നമുക്ക് പഠിക്കണ്ടേ, നമ്മൾ പഠിച്ച് ഇപ്പോൾ ഒരു തിയറി പഠിക്കുന്ന രീതിയിൽ നമ്മളതിനെ കണ്ട് ഇപ്പോൾ കൂടുതൽ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് സ്കോർ ചെയ്യണം. നമുക്ക് കിട്ടുന്ന മാർക്കിൻ്റെ അല്ലെങ്കിൽ CGPA ബേസിലൊക്കെ ആണ് നമുക്ക് ജോലി കിട്ടാൻ പോകുന്നത്. അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് താല്പര്യമുള്ള മേഖല, ഇപ്പോൾ ഫസ്റ്റ് ഇയറിലെ ഫിസിക്സ് താല്പര്യമുള്ള കുട്ടി ഒരു പക്ഷേ മെക്കാനിക്കൽ സെലക്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് ഇയറിലെ ഫിസിക്സ് താല്പര്യമുള്ള കുട്ടി ഒരു പക്ഷേ ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനോ ഒക്കെയാണ് സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞു. നമ്മളിപ്പോൾ മാറ്റങ്ങളുടെ കാലമാണ്. നമ്മൾ പറയാറുണ്ട് മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണെന്ന് പറയാറുണ്ടല്ലോ. ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ AI ഒരു വരവ്. AI ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ AI ഇപ്പോൾ സാധാരണ ജനം ഇപ്പം ChatGPT വന്നതോടുകൂടിയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. കൊച്ചു കുട്ടികൾ പോലും ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് ജനറേറ്റീവ് AI ആണ്. അപ്പോൾ അജൻറ്റിക്കയുടെ ഒരു മിഡിൽ പോർഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു കൂട്ടുകാരെന്നുള്ള രീതിയിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് മാറിക്കഴിഞ്ഞെന്ന് തന്നെ പറയാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ സെക്ടറിൽ ഹയറിങ് ആൻഡ് ഫയറിങ് രണ്ടും ഒരുമിച്ച് നടക്കുന്നു. പല കമ്പനികളും അവരുടെ ഹയറിങ് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ബാംഗ്ലൂർ, ഹൈദരാബാദ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ജോലി നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ബാക്കി ഉള്ളവർ അവരുടെ കയ്യിൽ നിന്ന് ആവശ്യപ്പെടുന്ന അപ്സ്കില്ലിങ് ഒരു പക്ഷേ നമുക്കറിയാം ഈ AI ഒരു വളർച്ച എന്ന് പറയുന്നത് അത് നമുക്ക് എന്തുമാത്രം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു വളർച്ചയോട് കിടപിടിക്കാവുന്ന രീതിയിലൊരു അപ്സ്കില്ലിങ് പലപ്പോഴും ആളുകളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നൊരു രീതിയിൽ ആളുകൾ എപ്പോഴും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ കൊണ്ടത് പറ്റുന്നില്ല. അപ്പോൾ അത്രയും ഒരു വ്യത്യാസം ആ മേഖലയിൽ വന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇപ്പം ഒരു സീനിയർ അനലിസ്റ്റിനെയൊക്കെ സംബന്ധിച്ച് അയാളുടെ കീഴിലൊരു 10 അല്ലെങ്കിൽ 15 ഇൻറ്റേൺസ് ഉണ്ടെങ്കിൽ ആ ഇൻറ്റേൺസിനെ ഇപ്പോൾ വളരെ കുറച്ച് 2-3 പേരൊക്കെ ഉള്ളൂ. ബാക്കി മുഴുവൻ AI ചെയ്യുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ പ്ലേസ്മെൻറ്റൊക്കെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ വരും. നമ്മളിപ്പോൾ പറയും AI വരുമ്പോൾ ജോലികൾ ഒരു രീതിയിൽ അസ്തമിക്കുമ്പോൾ മറ്റൊരു രീതിയിൽ അത് പുനർജനിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ അത് ഒരു ഹൈ സ്കില്ല് വേണ്ട ഒരു രീതി, അല്ലെങ്കിൽ AI എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, AI എവിടെ എപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യാൻ സാധിക്കും, അത് ഓരോ ഫീൽഡിലും നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ച് ഓരോ ബ്രാഞ്ചിലും അത് ഏത് മേഖലയിൽ എങ്ങനെ എപ്പോൾ അപ്ലൈ ചെയ്യുന്നു എന്ന് അറിയാവുന്നവർക്കാണ്, അങ്ങനെയുള്ള AI അനലിസ്റ്റുകൾക്കാണ് അല്ലെങ്കിൽ AI എക്സ്പേർട്ടുകൾക്കാണ് ഇനി സാധ്യത വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് നമ്മളെ ഈ ഒരു രീതിയിലൊക്കെ മോൾഡ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രത്യേകത നമ്മളിപ്പോൾ IIT-കളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് IIT-യിലൊക്കെ പ്ലേസ്മെൻറ്റ് കുറഞ്ഞല്ലോ. ശരിയാണ്. IIT-യിൽ ഒരു 60-65% പ്ലേസ്മെൻറ്റ് എത്തുമ്പോൾ നമ്മുടെ പല കോളേജും ഞങ്ങൾക്ക് 100% പ്ലേസ്മെൻറ്റ് ഉണ്ടെന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്. തന്നെയുമല്ല IIT-കളിലെ പ്ലേസ്മെൻറ്റുകൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും അതിനകത്തൊരു 80-90% പ്ലേസ്മെൻറ്റും നടക്കുന്നത് ഹെൽത്ത് കെയർ, ഫിനാൻസ്, ബാങ്കിങ്, കൺസൾട്ടിങ് ഇങ്ങനെയുള്ള ഫീൽഡിലൊക്കെയാണ് പ്ലേസ്മെൻറ്റുകൾ നടക്കുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഒരു 4 വർഷത്തെ BTech-ന് കയറുന്ന കുട്ടി എൻജിനീയർ ആയിട്ടാണ് പുറത്തിറങ്ങുന്നതെങ്കിലും അവൻ മിക്കവാറും ഡൈവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേ അവൻ പുറത്തിറങ്ങിയിട്ട് കാര്യമുള്ളൂ. അവൻ അവിടെ പഠിക്കുന്ന ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു തൊഴിലിലേക്ക് ആവണമെന്നില്ല. അപ്പോൾ അവനവിടെ കിട്ടുന്ന എക്സ്പോഷർ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അവൻ ചേരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അവനെ നാവിഗേറ്റ് ചെയ്യും. ആ രീതിയിലുള്ള അപ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രാധാന്യം വരുന്നത്. നമ്മൾ പണ്ട് കാലങ്ങളിൽ രണ്ടും ഒരുപോലെ എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇനി വരുന്ന കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കോളേജിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തേ മതിയാവും. കാരണം ഒരു എഞ്ചിനീയർ എന്ന് പറഞ്ഞാലും പുറത്തിറങ്ങുമ്പോൾ പലപ്പോഴും ചെയ്യേണ്ടത് എഞ്ചിനീയറിൻ്റെ ജോലിയല്ല.
ആ കോളേജിൽ നിന്ന് കിട്ടിയ എക്സ്പോഷറും എക്സ്പീരിയൻസും അവിടുന്ന് പിയർ ഗ്രൂപ്പിൽ നിന്നും അവിടുത്തെ ഫാക്കൽറ്റീസിൽ നിന്നും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ യൂസ് ചെയ്തു, അതുപോലെ തന്നെ അവിടെയുള്ള കോമ്പറ്റീഷൻസ് പങ്കെടുത്തും ഒക്കെ കിട്ടാവുന്ന ആ ഒരു എക്സ്പോഷർ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പുകൾ, വർക്ക്ഷോപ്പുകൾ, ഇതെല്ലാം. അപ്പോൾ അതുപോലെ ഒരു മെൻറ്റർഷിപ്പ്, നല്ല മെൻറ്റേഴ്സ് ഉള്ള കോളേജ് ഉണ്ടാവും, സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലേസ്മെൻറ്റ് സിസ്റ്റം ഉള്ള കോളേജ് ഉണ്ടാവും. അങ്ങനെയുള്ള കോളേജുകളൊക്കെ കണ്ട് പിടിച്ച് അവിടെ തന്നെ ചേരുക എന്നുള്ളത് പ്രധാനമാണ്. അത് വെച്ച് നോക്കുമ്പോൾ ബ്രാഞ്ചിന് അത്രയും പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതില്ല എന്ന് തന്നെ പറയാൻ പറ്റും. പ്രയോറിറ്റി എപ്പോഴും കോളേജിനാണ്, യൂണിവേഴ്സിറ്റി. കാരണം CGPA ഒരു മെയിൻ ഫാക്ടറൊന്നുമല്ല. ഇപ്പോൾ വലിയ കമ്പനികളാണെങ്കിൽ പോലും അവർ പലപ്പോഴും ആവശ്യപ്പെടുന്നത് ബാക്ക് പേപ്പേഴ്സ് ഇല്ലാതിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇനി അങ്ങനെ ഉള്ളവരെ പോലും സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി ചില കമ്പനികൾ വരുമ്പോൾ അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് പറയാറുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ആ ഒരു സ്കോറിൻ്റെ ബേസിലൊന്നുമല്ല. കുട്ടിക്ക് അതിനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ, അവൻ ഇൻ്റർവ്യൂ പെർഫോം ചെയ്യുന്നുണ്ടോ, അത്യാവശ്യം സോഫ്റ്റ് സ്കിൽസൊക്കെ ഉണ്ടോ, ഈ ഡൊമൈൻ നോളജ് ഉണ്ടോ, ഡൊമൈൻ സ്കിൽസ് ഉണ്ടോ, അതുപോലെ തന്നെ AI യൂസ് ചെയ്യാൻ അറിയാവോ, ഇൻ്റഗ്രേറ്റ് ചെയ്ത കുട്ടിയാണോ, അല്ലെങ്കിൽ ആ ഒരു ബ്രാഞ്ചിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുട്ടിയാണോ എന്നൊക്കെയാണ് നോക്കുന്നത്. സാർ അതുപോലെ തന്നെ ഒരു ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡാണല്ലോ ഇപ്പോൾ ഉള്ളത്. അതായത് ഏത് ബ്രാഞ്ചിനും എങ്ങോട്ടും തിരിയാം. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇപ്പം ബിടെക്കാരിലും മെജോറിറ്റി വിദ്യാർത്ഥികളും തിരഞ്ഞെടുക്കുന്നത് MBA ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് പലരും തീരുമാനിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ പോലെ ഇന്ന ബിടെക് ബ്രാഞ്ചിന് ഒരു പരിഗണനയും ഒരു തരത്തിൽ കൊടുക്കേണ്ട കാര്യമുണ്ടോ? കാര്യമില്ല. കാരണം MBA ആണ് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെങ്കിൽ അവനെപ്പോൾ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക എന്നുള്ളതാണ് പ്രയോറിറ്റി. ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക തീർച്ചയായിട്ടും. MBA ഒക്കെ അങ്ങനെ ഒരു ഹയർ സ്റ്റഡീസ് തീർച്ചയായിട്ടും അവൻ്റെ മേഖല ഷിഫ്റ്റ് ചെയ്ത് ഈ ഒരു ബിടെക് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് സെക്ടറിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് മാനേജ്മെൻറ്റ് സെക്ടറിലേക്ക് പോവുകയാണെങ്കിൽ ആ കോളേജ് എക്സ്പോഷർ അവനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം ഇനി അവൻ പോകുന്ന മറ്റൊരു പ്രൊഫഷനിലേക്കാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അവിടെ ബ്രാഞ്ചിന് പ്രാധാന്യമേ കൊടുക്കണ്ട. ഏത് ബ്രാഞ്ചാണെന്ന് പോലും നോക്കാതെ ധൈര്യമായിട്ട് ഏറ്റവും നല്ല കോളേജിൽ പോയി ചേരുക ആയിരിക്കും നല്ലത്. സാർ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഒരു NIRF റാങ്കിങ് ആണ്. ഇന്നതാണ്, ഏറ്റവും ടോപ്പാണ്, അല്ലെങ്കിൽ ഇച്ചിരി പുറകിലാണ് എന്ന് വിലയിരുത്താനാണ് NIRF റാങ്കിങ് പരിഗണിക്കപ്പെടുന്നത്. സാർ ശരിക്കും നമ്മൾ ഇത്രമാത്രം പ്രാധാന്യം NIRFന് കൊടുക്കേണ്ടതുണ്ടോ? എത്രമാത്രം വിശ്വസനീയമാണ് ഈ റാങ്കുകൾ? നമ്മൾ പൊതുവേ 2-3 കാര്യങ്ങൾ നോക്കിയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നിലവാരം പെട്ടെന്ന് മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സാറ് പറഞ്ഞ NIRF പൊതുവെ എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ്. മറ്റൊന്ന് NBA അക്രഡിറ്റേഷനാണ് നോക്കുന്നത്. NIRF നമ്മൾ കോളേജിനാണെങ്കിൽ NBA കോഴ്സുകൾക്കാണ്. അപ്പോൾ ഒരു കോഴ്സിന് NBA അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ മിനിമം 5 വർഷമാണ്. എന്ന് പറഞ്ഞാൽ 2 ബാച്ച് ആ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആകുമ്പോഴാണ് NBA അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളത് NAACൻ്റെ അക്രഡിറ്റേഷൻ. അത് A+++ അങ്ങനെ അതും സ്ഥാപനത്തിനാണ് കിട്ടുന്നത്. അപ്പോൾ ഈ NIRFൻ്റെ കാര്യത്തിൽ സാർ പറഞ്ഞ പോലെ നമുക്ക് അവിടെ ചില നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ട് ചില വ്യത്യാസങ്ങളൊക്കെ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കും അപ്പുറമായിട്ട് ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം IIT ഭുവനേശ്വറിൻ്റെ പൊസിഷൻ നോക്കിയാൽ അത് ഒരുപാട് താഴെയാണ്. ഏറ്റവും ടോപ്പ് ഇപ്പം നമുക്കറിയാം 7 IITs. ആ 7 IITs തീരുമ്പോൾ അല്ലെങ്കിൽ തീരാറാകുമ്പോൾ തന്നെ ചില ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസാണ് NIRFൽ മുകളിൽ വരുന്നത്. അതവർ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ NIRFൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം അവിടെ ശരിയായിട്ടുള്ളൊരു വെരിഫിക്കേഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ്. ടോപ്പ് IITs, അതായത് നമുക്കറിയാം ഏതായാലും ഒരു നമുക്ക് ടയർ 2 IITs എന്ന് പറയാം. ടയർ 2 IITs അല്ലെങ്കിൽ ടയർ 1 NITസിൽ ആണ് ഏത് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസിനേക്കാളും നല്ല കുട്ടികളും നല്ല ഫാക്കൽറ്റീസും നിലവിൽ ഇന്ത്യയിലുള്ളത് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ അവിടെ നല്ല രീതിയിലുള്ളൊരു വെരിഫിക്കേഷൻ നടക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. സാർ അതുപോലെ തന്നെ പലരും പറഞ്ഞൊരു കാര്യമാണ് NIRF റാങ്കിങ് വരുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് എത്ര PhDക്കാരെ പ്രൊഡ്യൂസ് ചെയ്തു, എത്ര പേപ്പർ ഉണ്ടായി. അത് വർഷങ്ങളായി ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഡൊമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവരുടെ ആ ഒരു പ്രയോറിറ്റിക്കാണ് കൂടുതൽ കിട്ടുന്നത്. ഇപ്പം പുതിയൊരു ജനറേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്രമാത്രം ഇതിന് പ്രാധാന്യം കൊടുത്താലും ഒരിക്കലും അവരൊരു പരിധി കൂടുതൽ NIRF റാങ്കിങ് കയറില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് എത്രമാത്രം വാസ്തവമാണ്? വളരെ ശരിയാണ്. ഇപ്പോൾ IIIT ഹൈദരാബാദ് നമുക്കറിയാം കോഡിങ്ങിന് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പക്ഷേ അതിന് NIRF റാങ്കിങ് വളരെ താഴെയാണ്. അപ്പോൾ അതൊരു പുതിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതുപോലെ തന്നെ അവിടെ റിസർച്ച് വർക്ക് നല്ല രീതിയിൽ നടക്കുന്നു. സാറ് പറഞ്ഞ രീതിയിലുള്ള പേപ്പേഴ്സും ആളുകളുടെ എണ്ണവും ഇപ്പം അത് കുറേ കാലം കൊണ്ടേ അത് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. കയറി വരുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ആ ഒരു മാനദണ്ഡം മാത്രം എടുത്തുകൊണ്ട് ഒരിക്കലും നമുക്ക് കോളേജ് തിരഞ്ഞെടുക്കരുത്. ഒരു കോളേജ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം, ഞാൻ കുട്ടികളോട് പറയാറുള്ള ഒരു കോളേജിനെ സംബന്ധിച്ച് നമുക്കറിയാനുള്ള ഏറ്റവും നല്ല മാർഗം അവിടുത്തെ സീനിയേഴ്സാണ്. അവിടെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവരോട് ചോദിച്ചാൽ അറിയാം അവിടുത്തെ
ഇൻഫ്രാസ്ട്രക്ചർ, പ്രത്യേകിച്ച് നമുക്കറിയാം അവിടെയുള്ള സോഫ്റ്റ്വെയർ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ്, കാര്യങ്ങൾ, ഫാക്കൽറ്റീസ് എങ്ങനെയുള്ളവരാണ്, അതുപോലെ മെൻറ്റേഴ്സ് ഉണ്ട്, കുട്ടികളുടെ സ്കില്ല് അനലൈസ് ചെയ്യുന്ന. പലരും നമുക്കറിയാം തേർഡ് ഇയർ കഴിയുമ്പോൾ അല്ലെങ്കിൽ തേർഡ് ഇയറിൻ്റെ ലാസ്റ്റ് ടൈമിലാണ് പ്ലേസ്മെൻറ്റിനുള്ള ട്രെയിനിങ് തുടങ്ങുന്നത്. എന്നിട്ട് അവിടെ പലപ്പോഴും വരുന്ന ചില ഒരിക്കലും പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനീസ് വരാറില്ല, സർവീസ് ബേസ്ഡ് കമ്പനീസ് വരും. സർവീസ് ബേസ്ഡ് കമ്പനിയിൽ നമുക്കറിയാം മാസീവായിട്ട് ആളുകളെ അവർ സെലക്ട് ചെയ്യും. അങ്ങനെ സെലക്ട് ചെയ്യുന്ന കുട്ടികൾ പലപ്പോഴും ബോർഡാകുന്നില്ല. കഴിഞ്ഞ വർഷം കൃത്യമായിട്ട് അറിയാവുന്നതാണ്, കഴിഞ്ഞ വർഷം സെലക്ട് ചെയ്ത അല്ലെങ്കിൽ ഹയർ ചെയ്ത പല കുട്ടികളും ഇതുവരെ അവർക്ക് ബോർഡായിട്ടില്ല. ചിലപ്പോൾ 1-2 വർഷങ്ങൾ താമസം വരുന്നുണ്ട്. പിന്നെ അങ്ങനെ ഹയർ ചെയ്തവരെ ഇപ്പോൾ വീണ്ടും അവരെ ഫയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള എക്സാമ്പിളുകൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ സീനിയർ ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അവിടെ ഏറ്റവും കൃത്യമായിട്ട് നമുക്ക് ഒരു കോളേജിനെ അറിയാനുള്ള മാർഗം, അതിന് നമുക്ക് ചെയ്യാവുന്നത് അവിടെ പോവുക. ഒരു കോളേജ് നമുക്ക് അവിടെ നമ്മുടെ ക്ലാസ്സിൽ പോവുക അല്ലെങ്കിൽ അഡ്മിഷന് പോവുക, അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ കോളേജ് ഒന്ന് പോയി സന്ദർശിക്കുക, അല്ലെങ്കിൽ അവിടെയുള്ള കുട്ടികളുമായിട്ട് അവിടെ പഠിച്ചവരുമായിട്ട് അവിടുത്തെ സിസ്റ്റം, അവിടെയുള്ള ഫെസിലിറ്റീസ് എല്ലാം ഒന്ന് തിരിച്ചറിയുക. അതാണ് ഏറ്റവും നല്ല മാർഗം. ഈ റാങ്കിങ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് ശരിയാണ്, അതൊക്കെ ഓരോ മാനദണ്ഡമാണ്. എങ്കിലും പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാവുന്നത്, നമ്മൾ തന്നെ അഡ്മിഷൻ മേടിക്കുന്ന ഒരു കോളേജായിരിക്കും നല്ല കോളേജ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന ഇതാണ്. നമുക്കറിയാം മറ്റു പല ഏജൻസികളോ ആളുകളോ വ്യക്തികളോ ഒക്കെ എന്ന് പറയും ഇന്ന കോളേജിൽ അഡ്മിഷൻ വാങ്ങിത്തരാം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതൊരു നല്ല കോളേജല്ല. നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ അവിടെ ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റിൽ ഞാൻ തന്നെ എഴുതി വിജയിച്ചെങ്കിൽ മാത്രമേ എനിക്ക് അഡ്മിഷൻ കിട്ടും, മറ്റാർക്കും വാങ്ങിച്ചു തരാൻ സാധിക്കത്തില്ല. പിന്നെ അതിനകത്തും ഒരു രീതിയിലുള്ള പ്രശ്നമുണ്ട് ഇപ്പോൾ. അതായത് ചില കോളേജസ് അല്ലെങ്കിൽ ചില ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ് ഇതുപോലെ എൻട്രൻസ് പരീക്ഷകൾ നടത്തും. എന്നിട്ട് വളരെ താഴ്ന്ന റാങ്ക്, ഇപ്പോൾ 10,000 കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള സീറ്റ് ഒരു 800-1000 ആണെങ്കിലും ഒരു 9,000-10,000 റാങ്ക് കിട്ടുന്ന കുട്ടിക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നുണ്ട്. അപ്പോഴും നമുക്ക് മനസ്സിലാവും അതിനും വേണ്ടത്ര ഒരു ക്വാളിറ്റി ഇല്ലാത്തതാണ് എന്ന് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഒരു കോളേജ് തിരഞ്ഞെടുക്കാനായിട്ട്. സാർ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോളേജുകൾ ഓഫർ ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ്. അതും പല കോളേജുകളും പരിഗണിക്കുകയാണെങ്കിൽ അവർ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ AI ആകാം, ഡേറ്റാ സയൻസ് ആകാം, അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ആകാം, അല്ലെങ്കിൽ ഏറ്റവും ന്യൂജൻ ടേമുകളാണ് അവർ ഉപയോഗിക്കുന്നത്. സാർ, ശരിക്കും ഒരു സാധാ ഒരു കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് തിരഞ്ഞെടുക്കണോ അതോ ഇതുപോലുള്ള ന്യൂജൻ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതാണോ നല്ലത്? സാർ, ഇത്തരം ഒരു കോഴ്സ് പഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ആണോ അതോ വിദ്യാർത്ഥിക്കൊരു നഷ്ടം ഉണ്ടാവാനാണോ ഒരു സാധ്യത? നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം എന്താണെങ്കിലും ഇതെല്ലാം പെട്ടെന്ന് വന്ന കോഴ്സുകളാണ്, അത് പെട്ടെന്ന് തീരുകയും ചെയ്യും. ഈ കുട്ടി 4 വർഷം, ഇപ്പോൾ 2025 ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടി 2029 പഠിച്ചിറങ്ങുമ്പോഴേക്കും അവൻ പഠിച്ചത് ഒന്നുമായിരിക്കില്ല. അപ്പോൾ തന്നെ പറഞ്ഞു, നമ്മൾ ChatGPT കുറിച്ച് കേട്ടതേ ഉള്ളൂ. അജൻറ്റിക്കായി അത് നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അതുപോലെ കമ്പ്യൂട്ടിംഗ് രീതികൾ മാറുകയാണ്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലേക്ക് നമ്മൾ സിസ്റ്റം മാറും ഈ കുട്ടികൾ പുറത്തിറങ്ങുന്ന സമയത്തേക്ക്. അപ്പോൾ അവർ ഔട്ട്ഡേറ്റഡ് ആയിരിക്കും തീർച്ചയായിട്ടും, കാരണം സിലബസ് ഔട്ട്ഡേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇത് പഠിച്ചിറങ്ങുന്ന കുട്ടികളും ഔട്ട്ഡേറ്റഡ് ആയിട്ടായിരിക്കും വരാൻ സാധ്യത. അതേസമയം അവരൊരു കോർ നോളജ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് ആണ് വരുന്നത്. അവിടെ വന്ന് എങ്ങോട്ട് വേണേലും ഷിഫ്റ്റ് ചെയ്യാം, അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ. അതായത് ഇപ്പം നമുക്ക് AIML അത് ഏകദേശം അവസാനിക്കാൻ പോവുകയാണ്. AIML, മെഷീൻ ലേണിങ്ങും ഡീപ്പ് ലേണിങ്ങും എൻ്റെ ആ ഒരു കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ബ്രാഞ്ചുകളിലേക്ക് വരികയാണ്. അപ്പോൾ പുതിയ ബ്രാഞ്ചുകൾ ഇനി വരാനിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മളിത് പഠിച്ചു വരുമ്പോഴത്തേനും അതിൻ്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റിന് വിലയില്ലാത്ത കാലമാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനുള്ളൊരു സ്കിൽ സെറ്റ് കൊണ്ട് നമുക്കൊരു നമ്മളെ എംപ്ലോയബിലിറ്റി ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അതേസമയം ഒരു കോർ ബ്രാഞ്ച് ആണെങ്കിൽ നമ്മൾ പിന്നെയാണെങ്കിലും നമുക്കതിൽ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സ്പെഷ്യലൈസേഷൻ അന്നേരം ആ സമയത്തുള്ള നമ്മുടെ ഒരു എംപ്ലോയർ അല്ലെങ്കിൽ അന്നേരം ഉള്ള സിസ്റ്റത്തിലുള്ള ട്രെൻഡിങ് അനുസരിച്ചുള്ള ഏത് തരത്തിലുള്ള സ്കില്ലാണോ വേണ്ടത് അത് നമുക്ക് അന്നേരം ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എന്തായാലും അത് വേണ്ടി വരും. കുട്ടികൾ പഠിക്കുന്ന സമയത്തും ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ചെയ്യേണ്ടി വരും. സാധിക്കുന്ന രീതി ഇൻറ്റേൺഷിപ്പുകൾ, വർക്ക്ഷോപ്പൊക്കെ പങ്കെടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ കാലത്തിനനുസരിച്ച് അന്നേരം ചെയ്യണമെങ്കിൽ ഒരു കോർ ബ്രാഞ്ച് തന്നെ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ല. അവിടെ നമുക്ക് എങ്ങോട്ട് വേണേലും ഷിഫ്റ്റ് ചെയ്യാനുള്ള എപ്പോഴും നമ്മുടെ ഓപ്ഷൻസ് മാക്സിമം കിട്ടണം. ആ രീതിയിൽ വേണം
നമ്മൾ സെലക്ഷൻ ഉണ്ടാവുക. സാർ ഒരു ചോദ്യം കൂടെ ഇതോട് കണക്ട് ചെയ്ത് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചില വിദ്യാർത്ഥികളുണ്ട് അവർക്ക് AI തന്നെ വേണം, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി തന്നെ വേണം, ഇങ്ങനെയാണ് അവരുടെ പാഷൻ, ഇതാണ് അവർ തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെയുള്ളൊരു കാറ്റഗറി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അതായത് അവരൊരു സൈബർ സെക്യൂരിറ്റി പോലൊരു കോഴ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്? ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഒരുപക്ഷെ അവർ +2 അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ മേഖലകളെക്കുറിച്ച് അറിയുകയും അതിൻ്റെയൊക്കെ മൂക്ക് കോഴ്സുകൾ, ബേസിക് ആയിട്ടുള്ള മൂക്ക് കോഴ്സുകൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള കുട്ടികളുണ്ടാവാം. അപ്പോൾ അവർ സ്പെസിഫിക് ആയിട്ട് ഈ ബ്രാഞ്ച് തന്നെ വേണം എന്ന് ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷേ ആ കുട്ടികൾക്ക് ഒരിക്കലും ഒരു ലോ ഗ്രേഡ് കോളേജിലെത്തിയാൽ അവർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ ഏറ്റവും നല്ല കോളേജിൽ, ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ എത്തിക്കഴിഞ്ഞാൽ, നമുക്കറിയാം പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ പറഞ്ഞ പോലെ AI ML ഇതൊന്നും പഠിച്ച അധ്യാപകരല്ല, നല്ല CS റിലേറ്റഡ് ആയിട്ടുള്ള, കോർ ബ്രാഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല നോളജുള്ള, നല്ല എക്സ്പോഷറുള്ള അധ്യാപകർ അവിടെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ പഠിച്ചെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. പഠിക്കുവാണെങ്കിൽ ടോപ്പ് കോളേജിൽ തന്നെ പഠിക്കണം. അല്ലാതെ നമ്മളൊരു ലോ ഗ്രേഡുള്ള കോളേജിൽ പോയി ഇങ്ങനെയുള്ള ബ്രാഞ്ച് എടുക്കുമ്പോൾ നമുക്കത് ആ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ നമുക്കവിടെ കിട്ടില്ല. വിചാരിക്കുന്ന ഒരു സപ്പോർട്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. സാർ, ഇപ്പം വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു സംശയം കമ്പ്യൂട്ടർ സയൻസ് വേണോ അതോ മറ്റു ബ്രാഞ്ചുകൾ വേണോ, ECE വേണോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രിക്കൽ വേണോ, മെക്കാനിക്കൽ വേണോ, സിവിൽ വേണോ, അങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. സാർ, ഏതിന് പ്രയോറിറ്റി കൊടുക്കണം? ബ്രാഞ്ചുകളിൽ നമുക്ക് ജനറലായിട്ട് പറഞ്ഞാൽ സർക്യൂട്ട് ബ്രാഞ്ചുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുക എന്ന് അങ്ങ് ചിന്തിച്ചാൽ മതി. സർക്യൂട്ട് ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഞാൻ പൊതുവേ സാധ്യത കൂടുതൽ, പ്രത്യേകിച്ച് മുമ്പോട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ പഠിച്ച കാര്യങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ഏറ്റവും നല്ലൊരു ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഈസിയാണ്. കാരണം അതിന് ഡബിൾ എഡ്ജാണ്. ഹാർഡ്വെയറിലേക്കും ഷിഫ്റ്റ് ചെയ്യാം, സോഫ്റ്റ്വെയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഫസ്റ്റ് ലെവൽ പ്ലേസ്മെൻറ്റ് പാക്കേജൊക്കെ നോക്കുമ്പോൾ ഒരു പക്ഷേ CS-നായിരിക്കും കൂടുതൽ. അതുപോലെ അബ്രോഡ് പോകുന്ന കുട്ടികൾ, അവർക്കൊക്കെ CS-ന് സാധ്യത. ഇനി സ്റ്റാർട്ടപ്പിൽ നമുക്കറിയാം ആപ്പ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ CS-നായ ഡിമാൻഡ്. പക്ഷേ ഇവിടെ നമുക്ക് പബ്ലിക് സെക്ടറിൽ ഒരു എംപ്ലോയ്മെൻറ്റ് കിട്ടണമെങ്കിൽ CS കൊണ്ട് അവിടെ കാര്യമില്ല. ഏത് പബ്ലിക് സെക്ടറിൽ ഏത് കമ്പനികളിലാണെങ്കിലും നമുക്ക് അറിയാം. അപ്പോൾ അവിടെ ECE വളരെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ECEയിൽ നിന്നുകൊണ്ട് നമുക്കറിയാം മറ്റ് പല മേഖലകൾ. അപ്പം നമുക്കവിടെ PCB, പ്രിൻറ്റിംഗ് സർക്യൂട്ട് ബോർഡ് ഡിസൈൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സിഗ്നൽ പ്രോസസ്സിങ് വലിയ സാധ്യതയുണ്ട്. VLSI ഡിസൈൻ, എംബഡഡ് സിസ്റ്റം ഉണ്ട്. അതുപോലെ EDI ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ പ്രത്യേകിച്ച് പറയാവുന്ന ഇപ്പോൾ നമുക്ക് LED ലൈറ്റിംഗ് വളരെ സാധ്യതയുള്ളൊരു മേഖലയാണ്. ഇനി അതിലൊക്കെ അപ്പുറമാണ് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി. 1.2 മില്യൺ എംപ്ലോയീസിൻ്റെ ആവശ്യം ഒരു 28 കൂടി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. താനെ ഫോക്സ്കോൺ ഇന്ത്യയിലേക്ക് വീണ്ടും ഇടയ്ക്കൊന്ന് വരുമെന്ന് പറഞ്ഞിട്ട് അവർ പിന്മാറിയായിരുന്നു. ഇപ്പോൾ വീണ്ടും എനിക്ക് തോന്നുന്നു വേദാന്തയായിട്ട് ചേരുകയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ വീണ്ടും ഒരു പുതിയൊരു പ്രോജക്റ്റ് സെമി കണ്ടക്ടറിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ സെമി കണ്ടക്ടർ എക്സ്പോർട്ട് നല്ല രീതിയിൽ ഗ്രോത്ത് വരും. അത് തന്നെയല്ലേ 5Gയുടെ ഒരു വരവോടുകൂടി നമുക്കൊരു IoTയിൽ, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൽ നല്ല ഒരു കാര്യമാണ്. അപ്പോൾ അത് സെൻസറുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഗ്രോത്ത് ഡെവലപ്മെൻറ്റ്സ് അവിടെ ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ, അതുപോലെ തന്നെ നമുക്കറിയാം പവർ ഇലക്ട്രോണിക്സിന് വളരെ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പല മേഖലകളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതിനോട് ചേർന്ന് ഇലക്ട്രിക്കൽ അതിനോട് ചേർന്ന് നമുക്ക് പറയാറുണ്ട്. ഇലക്ട്രിക്കൽ പൊതുവേ അല്ലെങ്കിൽ EEE പൊതുവേ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ കുട്ടികൾ പറയുന്നൊരു ബ്രാഞ്ചാണ്. അപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഒന്നാമത് കൊടുക്കാം. രണ്ടാമത് ഈ പറഞ്ഞ CS-ന് നമുക്കറിയാം ഈ പറഞ്ഞ ഇവിടെ ഒരു കോർ ബ്രാഞ്ച് എന്ന് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് CS. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമുക്ക് മറ്റ് മേഖലകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഒരു പ്രോഗ്രാമറായിട്ട് ഇപ്പോഴും സോഫ്റ്റ്വെയർ ഫീൽഡിലേക്കാണ് CS പഠിച്ചവർ വരുന്നത്. പക്ഷേ AI എത്രമാത്രം ആ ജോലി അപഹരിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത് CS-ഉം ഈ EEE വലിയൊരു വ്യത്യാസം രണ്ടും തമ്മിൽ കാണണമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മെക്കാനിക്കലാണെങ്കിലും മെക്കാനിക്കലിന് നമുക്ക് EV, അത് ഇലക്ട്രിക്കലിനും ബാധകമാണ്. EVയുടെ ഏരിയയിൽ ഒരുപാട് സാധ്യതകളുണ്ട്. മാനുഫാക്ചറിങ് സെക്ടറിലേക്കുണ്ട്, അതുപോലെ പ്രൊഡക്ഷനിലുണ്ട്, അതുപോലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലുണ്ട്. അപ്പം മെക്കാനിക്കൽ വരാം. കെമിക്കൽ നല്ലൊരു ബ്രാഞ്ചാണ്. കെമിക്കൽ എടുക്കുമ്പം പലരും വിചാരിക്കും അതിനകത്ത് കെമിസ്ട്രിയാണ് കൂടുതൽ. ഒരിക്കലുമല്ല, ഫിസിക്കൽ പ്രോസസ്സുകളാണ്. അപ്പോൾ ഫിസിക്സാണ് കൂടുതൽ വരുന്നത്. ഫിസിക്സ് മാസ് ദെൻ കെമിസ്ട്രി ഉണ്ട് എന്ന് നമുക്ക് പറയത്തുള്ളൂ. അപ്പം ആ ബ്രാഞ്ചുകൾ. പിന്നെ സിവിൽ താല്പര്യമുള്ള ആളുകളുണ്ടാവാം. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്നും പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ്.
അപ്പോൾ അതിൻ്റെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സൊക്കെ അറിയാം, അല്ലെങ്കിൽ താല്പര്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് സിവിലും ഈ ഒരു ഓർഡറിലൊക്കെ നമുക്ക് പറയാം ഈ ഒരു ബ്രാഞ്ചസ്. പിന്നെ പല പുതിയ ബ്രാഞ്ചുകളും വരുന്നുണ്ട്. ഇപ്പം ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ, അപ്പോൾ കോർ പ്ലസ് കമ്പ്യൂട്ടർ വരുന്നുണ്ട്. അപ്പം ഏത് ബ്രാഞ്ച് എടുത്താലും AI വേണ്ടി വരും. AI ഇൻ്റഗ്രേറ്റ് ചെയ്യാതെ ഒരു ബ്രാഞ്ചും മുന്നോട്ട് പോവില്ല. എല്ലാ ബ്രാഞ്ചിലും അത് വേണം. അപ്പോൾ AI ഇൻ്റഗ്രേഷനും, അപ്പോൾ AI ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കമ്പ്യൂട്ടേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ട്രിപ്പിൾ എടുക്കുന്ന കുട്ടിക്കും കമ്പ്യൂട്ടേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം. എങ്കിലേ നമുക്ക് AI ഇൻ്റഗ്രേറ്റ് ചെയ്യാം. AI എവിടെ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് പഠിക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് പഠിക്കണമെങ്കിൽ അത്യാവശ്യം കമ്പ്യൂട്ടർ സ്കിൽ ഉണ്ടായിരിക്കണം, നമ്മുടെ ഡൊമൈൻ നോളജ് നന്നായിട്ടുണ്ടാവണം, ക്ലിയർ ആയിരിക്കണം. സാർ, ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ ചോദിക്കുക, ഒരു സെക്ഷൻ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ഒരു വിദ്യാർത്ഥി BTech അഡ്മിഷൻ നേടുന്ന ഒരു സമയമാണ്. പ്രിപ്പറേഷൻ, അതായത് ഈ പറയുന്ന പ്ലേസ്മെൻറ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ എന്ന് തുടങ്ങണം, ഏത് രീതിയിൽ തുടങ്ങണം? പ്ലേസ്മെൻറ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഇന്ന് തുടങ്ങണം എന്നാണ് ഞാൻ പറയാറുള്ളത്. കാരണം പ്ലേസ്മെൻറ്റ് 2023-24 നിന്ന് മാറി 25 വരുമ്പോൾ വലിയ മാറ്റങ്ങൾ, 23-24 വരുമ്പോൾ തന്നെ വലിയ വ്യത്യാസങ്ങളുണ്ട്. കുട്ടികൾക്ക് നോക്കിയാലേ അറിയാം. അപ്പം നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ലൊരു സ്ഥാപനം നമുക്ക് കാലിക്കട്ട് NIT ആവുമല്ലോ. കാലിക്കട്ട് NIT പോലും ഒരു 7% കുറവ് 23-24 വരുമ്പോൾ ഉണ്ട്. 78% പ്ലേസ്മെൻറ്റ് കുറഞ്ഞു. അത് 25 വരുമ്പോൾ വീണ്ടും അതിൽ കൂടുതലോ വ്യത്യാസം ഉണ്ടാകും. തന്നെയുമല്ല, നമ്മളവിടുത്തെ മീഡിയൻ അല്ലെങ്കിൽ ഒരു ആവറേജ് സാലറിയിൽ വലിയ വ്യത്യാസം വന്നു. കാലിക്കട്ട് NIT സാധാരണ ഒരു 6 LPAക്ക് താഴെയുള്ള പാക്കേജുകൾ കാണാറില്ലായിരുന്നു. പക്ഷേ ഈ വർഷം 3.5, 3.6 LPA വരെയുള്ള പാക്കേജുകൾ അവിടെ കുട്ടികൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒക്കെ നമുക്ക് വളരെ, അതുപോലെ തന്നെ നമ്മൾ ട്രിവാൻഡ്രം CET നോക്കിയാൽ 3.25 TCSൻ്റെ വരെ പാക്കേജ് അത്രയും താന്നു പോയിട്ടുണ്ട്. അപ്പോൾ 3.25 അല്ലെങ്കിൽ 3.5 റേഞ്ചിലൊക്കെയാണ് പലതും കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ഒരു ഫസ്റ്റ് ലെവൽ നമ്മൾ ഇറങ്ങി വരുമ്പോഴേ പഠിച്ച് ഒത്തിരി ആഗ്രഹിച്ച് പഠിച്ച് ഇറങ്ങി വരുമ്പോഴേ ഒരു ഇനിഷ്യൽ സക്സസ് ഒരു ഇൻറ്റേൺഷിപ്പും അതിനുശേഷം നമുക്ക് പ്ലേസ്മെൻ്റ് ആയിരിക്കും മിക്കവാറും, ട്രെയിനിങ്ങിനൊക്കെ ശേഷം. അത് വളരെ പ്രധാനപ്പെട്ട തന്നെ. കാരണം അത് വെച്ചുകൊണ്ടാണ് പിന്നെ കുട്ടിക്ക് അവൻ്റെ ഒരു കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നതിൻ്റെ ബേസ് നമുക്ക് പറയാം. അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്നെന്ന് ഞാൻ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ നമുക്കിവിടെ പല കാര്യങ്ങൾ വരുന്നുണ്ട്. മറ്റേത് കാലത്തെക്കാളും അധികം സോഫ്റ്റ് സ്കിൽസിന്, ലൈഫ് സ്കിൽസിനൊക്കെ പ്രാധാന്യമുണ്ട്. പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, അപ്പോൾ ഇങ്ങനെയുള്ള ലൈഫ് സ്കിൽസിന് വലിയ പ്രാധാന്യമുണ്ട്. സോഫ്റ്റ് സ്കിൽസ്, ലീഡർഷിപ്പ് ക്വാളിറ്റി, കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഇൻ്റർവ്യൂ വരും. പിന്നെ ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ. അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡും നല്ല രീതിയിൽ ഗ്രോത്ത് ആകുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രശ്നം നമുക്കറിയാം, നമ്മൾ ChatGPT കുട്ടികൾ പലതും അക്കാഡമിക് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു. അസൈൻമെൻറ്റും അതുപോലെയുള്ള ഹോംവർക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി അക്കാഡമിക് പർപ്പസിന് വേണ്ടി ChatGPTയോ ബാഡോ അല്ലെങ്കിൽ ജെമിനിയോ പെർപ്ലക്സിറ്റിയോ ഉപയോഗിക്കുന്ന ഒരു കാലമാണ്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. നമ്മുടെ മറ്റ് വർക്കുകൾ, നമ്മുടെ ഡെയിലി ആയിട്ടുള്ള നമ്മുടെ വർക്കുകൾ, മറ്റ് കാര്യങ്ങളൊക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതിനുവേണ്ടി ഉപയോഗിക്കാവുള്ളൂ. നമ്മളിവിടെ പഠിക്കുക, ലേൺ ചെയ്യാം. ഇത് ഉപയോഗിക്കുന്നതിന് വരെ നമ്മൾ കാര്യങ്ങൾ, നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അത് നമ്മൾ പഠിക്കാതെ ചെയ്തിട്ട് ഇരിക്കുന്നതിന് പകരം നമുക്കറിയാം ഇപ്പോൾ അതിനുള്ള ആൻറ്റി സോഫ്റ്റ്വെയർസൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് അറിയാനും പറ്റുന്നുണ്ട് ഇതാണ് ഉപയോഗിച്ചിട്ടുള്ളതാണോ എന്നുള്ളത്. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഡെയിലി നമ്മൾ കുറേ ലേൺ ചെയ്യുക. അതിന് പിന്നീട് നമ്മളിത് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. പഠിക്കുന്ന സമയത്ത് അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കുട്ടികൾ പൊതുവേ, അതിപ്പോൾ സ്കൂൾ കുട്ടികളിൽ പോലും അങ്ങനെ ഒരു അസൈൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെയാണ് ഇപ്പോൾ ചെയ്യാൻ ട്രെൻഡിങ്. അത് പ്രധാനപ്പെട്ട, അത് ശ്രദ്ധിക്കുക. പിന്നെ MOOC കോഴ്സുകൾ, ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡിനെ സംബന്ധിച്ച് നമുക്ക് അറിവ് കിട്ടാൻ, നമുക്ക് ലേൺ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം MOOC കോഴ്സുകളാണ്. ഓപ്പൺ ഓൺലൈൻ കോഴ്സുകളുണ്ടല്ലോ. അപ്പോൾ സ്റ്റാൻഫോർഡിൻ്റെ, ഹാർവാർഡിൻ്റെയൊക്കെ കോഴ്സുകൾ ബേസിക് ആയിട്ടുള്ള ചെയ്താൽ മതി. അറിയാൻ വേണ്ടി എന്നുള്ള രീതിയിൽ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ അല്ലെങ്കിൽ 1 മാസമൊക്കെ കോഴ്സ് എടുക്കുക. പിന്നെ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ചെറിയ രീതിയിൽ ഫീസോടെ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റും കിട്ടും. സർട്ടിഫിക്കറ്റ് ഇല്ലേ പോലും നമുക്ക് അറിയാം കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ പ്രധാനപ്പെട്ടാണ്. നമ്മൾ കോളേജിൽ ചെല്ലുന്ന പോലെ നല്ല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാനുണ്ട്. അവിടുത്തെ ആക്ടിവിറ്റീസ്, അവിടെ നമുക്കറിയാം ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലൊക്കെ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഹാക്കത്തോൺസ്, മറ്റ് കോഡിംഗ് കോമ്പറ്റീഷനൊക്കെ ഉണ്ടാകാം. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ പോലെയുള്ള കോഡിംഗ് കോമ്പറ്റീഷൻ, അതിനകത്തൊക്കെ പങ്കെടുക്കാൻ അവസരം കിട്ടിയാൽ അത് പങ്കെടുക്കണം. കോളേജിൽ നമുക്കറിയാം ഈവൻറ്റ് സെമ്മുകൾ, ഇൻറ്റേൺഷിപ്പുകൾ ഉണ്ടാകാം. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കണം. ടെക് ഫെസ്റ്റ് ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ. പിന്നെ ഫോറിൻ ലാംഗ്വേജസ്,
പ്രത്യേകിച്ച് 2 ലാംഗ്വേജ്, ജർമ്മനും അതുപോലെ തന്നെ ജാപ്പനീസും. ജാപ്പനീസ് ഡൂലിംഗോ ഒക്കെ ഉപയോഗിച്ചിട്ട് പഠിക്കുന്നുണ്ട്. ഒരു N5 ഒരു N4 ഒക്കെ ഈ പഠിക്കുന്ന കൂടെയൊക്കെ തന്നെ നടക്കും. ഒരു N3 ഒക്കെ ഉണ്ടെങ്കിൽ ജപ്പാനിൽ മിക്കവാറും അടുത്തൊരു 4 വർഷം കഴിഞ്ഞാൽ കുട്ടി ഇറങ്ങുമ്പോൾ അവന് സാധ്യത ഉണ്ടാകും. ഇനി വരാൻ പോകുന്ന സാധ്യതയുള്ള ടെക്നോളജി നല്ല രീതിയിൽ ഗ്രോത്ത് ഉള്ള ഒരു കൺട്രി ആണല്ലോ ജപ്പാൻ. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ജപ്പാനിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാകുക, മറ്റുള്ളവരോട് ചോദിക്കുക എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പ്ലേസ്മെൻറ്റിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മെൻറ്റർ ഉണ്ടാവും. അപ്പോൾ മെൻറ്ററുമായിട്ട് നല്ല രീതിയിൽ ചേർന്ന് നിൽക്കുക. എന്നിട്ട് അവിടെ നമ്മുടെ പ്ലേസ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് തരുമ്പോൾ അതിനോട് വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുക. നമുക്കിഷ്ടമുള്ള മേഖലയിലുള്ള പ്ലേസ്മെൻറ്റ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാതെ എന്ത് കിട്ടിയാലും ഞാൻ പോകുമെന്നുള്ളതല്ല. അവന് ഒരു കോർ പ്ലേസ്മെൻറ്റാണ് എപ്പോഴും നല്ലത്. ഒരു ഗ്രോത്ത് ഉണ്ടാകുന്ന പ്ലേസ്മെൻറ്റ് കോർ പ്ലേസ്മെൻറ്റാണ്. അവിടെ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ അങ്ങനെ ഒരു പ്ലേസ്മെൻറ്റിലേക്കൊക്കെ എത്താൻ പറ്റും. അത്യാവശ്യം നല്ല ഒരു പാക്കേജ്, ഒരു 2+ LPA കിട്ടുകയാണെങ്കിൽ നല്ല കോളേജുകളിൽ അത് കിട്ടുന്നുണ്ട്. ഒത്തിരി ഒന്നുമില്ല എങ്കിൽ പോലും നമ്മുടെ കേരളത്തെയൊക്കെ സംബന്ധിച്ച് കുറച്ച് കോളേജുകളിലൊക്കെ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ 4 വർഷം യൂട്ടിലൈസ് ചെയ്ത കുട്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ സംശയമുള്ളൊരു കാര്യമാണ് കോളേജിന് പ്രാധാന്യം കൊടുക്കണോ അതോ കോഴ്സിന് പ്രാധാന്യം കൊടുക്കണോ? ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ കൃത്യമായ ഉത്തരം ജോബി സാർ നമ്മോട് പങ്കുവച്ചു തന്നു. വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കുമൊക്കെ ഈ ഒരു സെക്ഷൻ വളരെ യൂസ്ഫുൾ ആകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.